ക്ലാസ് 9 കെമിസ്ട്രി ചാപ്റ്റർ 1 പാർട്ട് 3 വീഡിയോ ആണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്ചാർജ് ട്യൂബ് എക്സ്പെരിമെൻറ്റും പിന്നെ പ്രോട്ടോണിൻ്റെ കണ്ടുപിടുത്തവുമാണ് ഡിസ്കസ് ചെയ്തത്. അതായത് വിവിധ സയൻറ്റിസ്റ്റുകൾ വിവിധ ആറ്റം മോഡൽസ് മാതൃകകൾ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. അങ്ങനെയുള്ള ഡിഫറെൻ്റ് ആറ്റം മാതൃകകളാണ് ഇനി നമുക്ക് പഠിക്കാനുള്ളത്. ആറ്റത്തിൻ്റെ പ്ലം പുഡിംഗ് മാതൃകയാണ് നമ്മൾ ഫസ്റ്റ് ഡിസ്കസ് ചെയ്യുന്നത്. ആറ്റത്തിൻ്റെ നെഗറ്റീവ് ചാർജുള്ള കണങ്ങളുടെ സാന്നിധ്യം ബോധ്യപ്പെട്ടപ്പോൾ ജെ തോംസൺ പ്ലം പുഡിംഗ് മാതൃക അവതരിപ്പിച്ചു. പോസിറ്റീവ് ചാർജുള്ള ഒരു സ്ഫിയറിൽ അല്ലെങ്കിൽ ഗോളത്തിൽ നെഗറ്റീവ് ചാർജുള്ള ഇലക്ട്രോൺസ് വിന്യസിച്ചിരിക്കുന്നു. ഗോളത്തിൽ ആകെ പോസിറ്റീവ് ചാർജുകളുടെയും നെഗറ്റീവ് ചാർജുകളുടെയും എണ്ണം തുല്യമായിരിക്കും. അതിനാൽ ആറ്റം ന്യൂട്രൽ അഥവാ നിർവീര്യമാണ്. എന്നാൽ പല പരീക്ഷണങ്ങൾക്കും വിശദീകരണം നൽകാൻ തോംസൺ മാതൃകയ്ക്ക് സാധിച്ചില്ല. അതിനാൽ ഈ മാതൃക പിന്തള്ളപ്പെട്ടു. അതായത് ഇതിൽ പറഞ്ഞിരിക്കുന്നത് നമുക്ക് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. അതായത് ജെ തോംസൺ ആണ് നെഗറ്റീവ് ചാർജുള്ള ഇലക്ട്രോൺ കണ്ടുപിടിച്ചതെന്ന് നമുക്കറിയാലോ. അദ്ദേഹം തന്നെയാണ് പ്ലം പുഡിംഗ് മാതൃകയും അവതരിപ്പിച്ചത്. ഇനി നമുക്ക് അതിൻ്റെ അടുത്തുള്ള പിക്ചറിൽ നോക്കിയാൽ മനസ്സിലാകും. ഒരു സ്ഫിയറിൽ പോസിറ്റീവും നെഗറ്റീവും ചാർജുള്ള കണങ്ങൾ ഇങ്ങനെ ചിതറിക്കിടക്കുന്ന പോലെ വിന്യസിച്ചിരിക്കുന്നത് കാണാം. അതായത് ആ പോസിറ്റീവ് കണങ്ങളുടെയും നെഗറ്റീവ് കണങ്ങളുടെയും എണ്ണം തുല്യമാണ്. അതിനാൽ ആറ്റം എന്താണ്? ഇലക്ട്രിക്കലി ന്യൂട്രലാണ്. എന്നാൽ ജെ തോംസന്റെ പ്ലം പുഡിംഗ് മാതൃക അധിക കാലം നിലനിന്നിട്ടില്ല. കൂടുതൽ വിശദീകരണം അദ്ദേഹത്തിന് നൽകാൻ കഴിയാത്തതുകൊണ്ട് ഈ മാതൃക പിന്നീട് കാലത്ത് പിന്തള്ളപ്പെട്ടു. നെക്സ്റ്റ് റേഡിയോ ആക്ടിവിറ്റി ഓർ റേഡിയോ അക്ലീവത എന്താണെന്ന് നോക്കാം. യുറേനിയം, തോറിയം തുടങ്ങിയ മൂലകങ്ങൾ സ്വയം ചില വികിരണങ്ങൾ അല്ലെങ്കിൽ റേഡിയേഷൻസ് പുറത്തുവിടുന്ന പ്രതിഭാസമാണ് റേഡിയോ അക്ലീവത ഓർ റേഡിയോ ആക്ടിവിറ്റി. 1896 ഹെൻറി ബെക്കറലാണ് കണ്ടെത്തിയത്. 3 തരം കിരണങ്ങളാണ് പുറപ്പെടുന്നത്. പോസിറ്റീവ് ചാർജും മാസുമുള്ള ആൽഫ കണം, നെഗറ്റീവ് ചാർജുള്ള ബീറ്റ കണവും ചാർജും മാസും ഇല്ലാത്ത ഗാമ കിരണവും. റൂദർഫോർഡിൻ്റെ ഗോൾഡ് ഫോയിൽ പരീക്ഷണമാണ് നമ്മളിനി പറയാൻ പോകുന്നത്. ഇത് നിങ്ങൾ ശ്രദ്ധിച്ച് പഠിക്കേണ്ടതാണ്. എക്സാമിന് ഇതിൽ നിന്നൊരു ചോദ്യം എന്തായാലും ചോദിക്കുന്നതായിരിക്കും. 1911 ഏണസ്റ്റ് റൂദർഫോർഡിൻ്റെ നേതൃത്വത്തിൽ ഹാൻസ് ഗീഗർ, ഏണസ്റ്റ് മാസ്റ്റൺ എന്നിവർ വളരെ നേർത്ത സ്വർണ്ണത്തകിടിൽ ആൽഫ കിരണങ്ങൾ പതിപ്പിച്ചു പരീക്ഷണങ്ങൾ നടത്തി. ആറ്റത്തിൻ്റെ ഘടനയെക്കുറിച്ച് കൂടുതൽ വ്യക്തത വരുത്താൻ സഹായിച്ചു. റേഡിയോ ആക്ടിവിറ്റി പദാർത്ഥങ്ങളിൽ നിന്ന് പുറത്തുവരുന്ന പോസിറ്റീവ് ചാർജുള്ള ആൽഫ കണങ്ങളെ ഒരു നേർത്ത സ്വർണ്ണത്തകിടിൽ കൂടി കടത്തിവിട്ട് അവയുടെ പാതയിലുണ്ടാകുന്ന വ്യതിയാനങ്ങൾ കണ്ടെത്താൻ റദർഫോർഡ് ശ്രമിച്ചു. ആ പിക്ചറിൽ നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ പറ്റും. ഒരു സ്വർണ്ണത്തകിടിലേക്ക് ആൽഫ കിരണങ്ങൾ പതിപ്പിക്കുന്നതും പിന്നെ അത് വ്യതിചലിച്ച് പോകുന്നതും പിന്നെ നേർരേഖയിൽ പോകുന്നതുമെല്ലാം അതിൽ നിന്നും മനസ്സിലാവുകയും ചെയ്യും. റദർഫോർഡ് ഈ പരീക്ഷണത്തിലൂടെ കണ്ടെത്തിയ നിരീക്ഷണങ്ങളാണ് നമ്മളിനി പറയാൻ പോകുന്നത്. ഒന്നാമത്തേത്, ഭൂരിഭാഗം ആൽഫ കണങ്ങളും സ്വർണ്ണത്തകിടിലൂടെ യാതൊരു വ്യതിയാനവുമില്ലാതെ കടന്നുപോയി. അതായത് കൂടുതൽ ആൽഫ കണങ്ങളും എന്തായി? വ്യതിയാനങ്ങളൊന്നുമില്ലാതെ സ്വർണ്ണത്തകിടിലൂടെ കടന്നുപോയി. ചില ആൽഫ കണങ്ങൾ സ്വർണ്ണത്തകിടിൽ തട്ടിയപ്പോൾ നേർരേഖയിൽ നിന്ന് ചെറിയ കോണളവിൽ വ്യതിചലിച്ച് സഞ്ചരിച്ചു. വളരെ കുറച്ച് ആൽഫ കണങ്ങൾ മാത്രം, അതായത് 20,000-ൽ 1 മാത്രം, അതായത് 150 ഡിഗ്രി കോണളവിൽ വ്യതിചലിച്ച് തിരിച്ചു വന്നു. നെക്സ്റ്റ് നമ്മൾ പറയാൻ പോകുന്നത് റദർഫോർഡിൻ്റെ പരീക്ഷണത്തിൽ കണ്ടെത്തിയ നിരീക്ഷണങ്ങൾക്കനുസരിച്ച് അദ്ദേഹം ചില അനുമാനങ്ങളിൽ എത്തിച്ചേർന്നിട്ടുണ്ട്. ആ അനുമാനങ്ങളാണ് നമ്മളിനി വായിക്കാൻ പോകുന്നത്. അതായത് ഒന്നാമത്തേത്, ഭൂരിഭാഗവും ശൂന്യമായതുകൊണ്ടാണ് ഭൂരിപക്ഷം ആൽഫ കണങ്ങളും ഒരു വ്യതിയാനവും കൂടാതെ കടന്നു പോകുന്നത്. നമുക്ക് പ്ലം പുഡിംഗ് മാതൃകയുടെ ചില പരിമിതികൾ പറയാൻ കഴിയും. പോസിറ്റീവ് ചാർജുള്ള ഒരു സ്ഫിയറിൽ അല്ലെങ്കിൽ ഗോളത്തിൽ നെഗറ്റീവ് ചാർജുള്ള ഇലക്ട്രോൺ വിന്യസിച്ചിരിക്കുന്നു എന്നാണ് ജെ തോംസൺ പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ പോസിറ്റീവ് ചാർജുള്ള പ്രോട്ടോണും നെഗറ്റീവ് ചാർജുള്ള ഇലക്ട്രോണും ഇങ്ങനെ ചിന്നിച്ചിതറി പോലെ അറേഞ്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിലൂടെ ഈസി ആയിട്ട് എന്താവില്ല, ഈ ആൽഫ കിരണങ്ങൾ കടന്നു പോകാൻ സാധ്യതയില്ല. പക്ഷേ റദർഫോർഡിൻ്റെ എക്സ്പെരിമെൻറ്റിൽ നമ്മൾ കണ്ടു, ആൽഫ കണങ്ങൾ ഒരു വ്യതിയാനവും കൂടാതെ ഭൂരിഭാഗം ആൽഫ കണങ്ങളും കടന്നു പോയിട്ട് കണ്ടു.
ആ സമയത്ത് റദർഫോർഡ് പറയുന്നത് കൂടുതൽ സ്പേസ് ഉള്ളത് കൊണ്ടാണ്, ആറ്റത്തിനുള്ളിൽ കൂടുതൽ സ്പേസ് ഉള്ളത് കൊണ്ടാണ് എന്ത് ചെയ്തിരിക്കുന്നത്, ആൽഫ ഗണങ്ങൾ വ്യതിയാനം കൂടാതെ പോയിരിക്കുന്നത്. നെക്സ്റ്റ് പറഞ്ഞിരിക്കുന്നത് പോസിറ്റീവ് ചാർജുള്ള ആൽഫ കണങ്ങൾ ചിലത് ആറ്റത്തിനുള്ളിലെ പോസിറ്റീവ് ചാർജുള്ള ഭാഗത്തിന് സമീപത്തു കൂടി കടന്നപ്പോൾ വികർഷിക്കപ്പെട്ടതിനാലാണ് അവ ചെറിയ കോണളവിൽ വ്യതിചലിച്ചത്. അതായത് പോസിറ്റീവ് ചാർജാണ് ആൽഫ ഗണത്തിന്. അത് പോസിറ്റീവ് ചാർജുള്ള പ്രോട്ടോണായിട്ട് തട്ടുമ്പോഴാണ് എന്താവുന്നത്, വികർഷിക്കുന്നത്. അതുകൊണ്ടാണ് അത് വ്യതിചലിക്കുക എന്ന് പറയുന്നത്. പോസിറ്റീവും തമ്മിൽ വികർഷിക്കുമ്പോൾ അത് കുറച്ച് ഡീവിയേഷൻ സംഭവിക്കുന്നു. അതായത് ആറ്റത്തിനുള്ളിലെ പോസിറ്റീവ് ചാർജുള്ള പ്രോട്ടോണിൻ്റെ ഭാഗത്തുകൂടി പോയപ്പോഴാണ് ചെറിയ കോണളവിൽ എന്തായത്, വ്യതിചലിച്ചത്. നെക്സ്റ്റ് പോയിന്റ്, ആറ്റത്തിലെ മുഴുവൻ പോസിറ്റീവ് ചാർജും കേന്ദ്രീകരിച്ചിരിക്കുന്നത് ആറ്റത്തിൻ്റെ മധ്യഭാഗത്തുള്ള ഒരു ചെറിയ വ്യാപ്തത്തിലാണ്. ഈ കേന്ദ്രഭാഗം ആറ്റത്തിൻ്റെ വലിപ്പവുമായി താരതമ്യം ചെയ്യുമ്പോൾ തീരെ ചെറുതാണ്. ഇതിന് നേരെ വന്ന ആൽഫ കണങ്ങളാണ് 180 ഡിഗ്രി കോണളവിൽ തിരികെ വന്നത്. ഈ കേന്ദ്രത്തെ അദ്ദേഹം ന്യൂക്ലിയസ് എന്ന്, അതായത് ആറ്റത്തിലെ മുഴുവൻ പോസിറ്റീവ് ചാർജും കേന്ദ്രീകരിച്ചിരിക്കുന്നത് ആറ്റത്തിൻ്റെ മധ്യഭാഗത്തുള്ള ഒരു ചെറിയ സ്ഥലത്താണ്. അതായത് ആ ചെറിയ സ്പേസിൽ തട്ടുമ്പോഴാണ് 20,000-ൽ 1 എന്ന് പറഞ്ഞ് നമുക്ക് കണക്ക് കൊടുത്തിട്ടുണ്ട്. അതായത് 20,000 ആൽഫ ഗണങ്ങൾ പോകുമ്പോൾ അതിൽ 1 മാത്രമേ എന്ത് ചെയ്യുന്നുള്ളൂ, അതിന് വ്യതിചലനം സംഭവിക്കുന്നുള്ളൂ. അതായത് 180 ഡിഗ്രി. ആ ചെറിയ സ്പേസിനെ, അതായത് ആറ്റത്തിൻ്റെ പ്രോട്ടോണെല്ലാം കേന്ദ്രീകരിച്ചിരിക്കുന്ന ആ സ്പേസിനെ അദ്ദേഹം വിളിച്ചത് ന്യൂക്ലിയസ് എന്നാണ് വിളിച്ചത്. നെക്സ്റ്റ് നമുക്ക് അദ്ദേഹത്തിൻ്റെ പരീക്ഷണങ്ങൾ കണ്ടെത്തിയ കാര്യങ്ങൾ ചുരുക്കത്തിൽ പറഞ്ഞാൽ, ഒന്നാമത്തത്, ആറ്റത്തിന് അദ്ദേഹം ന്യൂക്ലിയസ് എന്നൊരു കേന്ദ്രഭാഗം കണ്ടെത്തി. നെക്സ്റ്റ്, ആറ്റത്തിൻ്റെ വലിപ്പവുമായി താരതമ്യം ചെയ്യുമ്പോൾ ഈ ന്യൂക്ലിയസ് എന്ന് പറയുന്നത് വളരെ ചെറുതാണ്. പിന്നെ പറയുന്നത് മുഴുവൻ പോസിറ്റീവ് ചാർജും മാസ് പൂർണ്ണമായും കേന്ദ്രീകരിച്ചിരിക്കുന്നത് എവിടെയാണ്, ന്യൂക്ലിയസിലാണ്. പിന്നെ പറഞ്ഞിരിക്കുന്ന ഇലക്ട്രോണുകൾ ന്യൂക്ലിയസ് ചുറ്റും വൃത്താകൃതിയിൽ, അതായത് ഓർബിറ്റിൽ വേഗത്തിൽ പ്രദക്ഷിണം ചെയ്യുന്ന പോലെ ചലിച്ചുകൊണ്ടിരിക്കും. അതായത് റദർഫോർഡിൻ്റെ മാതൃകയെക്കുറിച്ചാണ് നമ്മൾ ഇതുവരെ പറഞ്ഞിരിക്കുന്നത്. ആ റദർഫോർഡിൻ്റെ ആറ്റം മാതൃകയെ നമുക്ക് വേറൊരു പേര് കൊടുക്കാം, സൗരയൂഥ മാതൃക എന്നാണ് അറിയപ്പെടുന്നത്. അതായത് സോളാർ സിസ്റ്റം മോഡൽ. ഈ ആറ്റം മാതൃകയുടെ പരിമിതികളാണ് നമ്മളിനി പറയാൻ പോകുന്നത്, അതായത് ലിമിറ്റേഷൻസ്. വൈദ്യുത കാന്തിക സിദ്ധാന്തപ്രകാരം ചലിക്കുന്ന ചാർജുള്ള കണങ്ങൾ തുടർച്ചയായി ഊർജം വിടേണ്ടതാണ്. അതിനാൽ റദർഫോർഡ് മാതൃക അനുസരിച്ച് ന്യൂക്ലിയസിന് ചുറ്റും വലം വയ്ക്കുന്ന നെഗറ്റീവ് ചാർജുള്ള ഇലക്ട്രോൺസ് തുടർച്ചയായി ഊർജം നഷ്ടപ്പെടുത്തി ന്യൂക്ലിയസ് പതിക്കേണ്ടതുണ്ട്. എന്നാൽ ഇപ്രകാരം സംഭവിക്കുന്നില്ല. അതുകൊണ്ട് ആറ്റത്തിൻ്റെ സ്ഥിരത വിശദീകരിക്കാൻ റദർഫോർഡ് മാതൃകയ്ക്ക് സാധിച്ചിട്ടില്ല. ന്യൂക്ലിയസിന് ചുറ്റും വലം വയ്ക്കുന്ന നെഗറ്റീവ് ചാർജ് ഇലക്ട്രോൺസ്, അതായത് റദർഫോർഡിൻ്റെ ആറ്റം മാതൃക അനുസരിച്ച് തുടർച്ചയായി ഊർജം നഷ്ടപ്പെടുത്തിയിട്ട് ന്യൂക്ലിയസിലേക്ക് പതിക്കേണ്ടതാണ്. എന്നാൽ അതിനെപ്പറ്റിയൊന്നും അദ്ദേഹം ചർച്ച ചെയ്തിട്ടില്ല. അതുപോലെ തന്നെ ആറ്റത്തിൻ്റെ സ്ഥിരതയെക്കുറിച്ചും റദർഫോർഡ് മാതൃകയ്ക്ക് വിവരണം കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ല. നെക്സ്റ്റ് നമുക്ക് പറയാനുള്ളത്, അതായത് സബ് അറ്റോമിക് പാർട്ടിക്കിളായ ന്യൂട്രോണിൻ്റെ കണ്ടുപിടുത്തമാണ്. ന്യൂക്ലിയസിൻ്റെ യഥാർത്ഥ മാസ് പ്രോട്ടോണുകളുടെ എണ്ണത്തിൻ്റെ അടിസ്ഥാനത്തിൽ റദർഫോർഡ് കണക്കാക്കി കൂട്ടിയതിനേക്കാൾ വളരെ കൂടുതലാണെന്ന് കണ്ടു. എന്നാൽ ഈ വൈരുദ്ധ്യം പരീക്ഷണങ്ങളിലൂടെ തെളിയിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല. പിന്നീട് 1932 ജെയിംസ് ചാഡ്വിക് ചില നിർവീര്യ കണങ്ങൾ കൂടി ന്യൂക്ലിയസിന് കാണുന്നുണ്ടെന്ന് പിന്നീട് 1932 ജെയിംസ് ചാഡ്വിക് ചില നിർവീര്യ കണങ്ങൾ കൂടി ന്യൂക്ലിയസിനകത്തുണ്ടെന്ന് കണ്ടെത്തി. അവയ്ക്ക് ഏകദേശം ഹൈഡ്രജൻ ആറ്റത്തിൻ്റെ മാസ് ആണെന്ന് കണ്ടെത്തി. ചാർജ് ഇല്ലാത്തതിനാൽ ഈ കണത്തിന് ന്യൂട്രോൺ എന്ന പേര്. അതായത് ന്യൂട്രോൺ കണ്ടെത്തിയത് ജെയിംസ് ചാഡ്വിക് ആണ്. നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ളത് അടുത്ത ആറ്റം മോഡലാണ്, അതായത് നീൽസ് ബോറിൻ്റെ ആറ്റം മോഡലാണ്. ബോർ ആറ്റം മോഡലാണ് നമ്മൾ നോക്കുന്നത്. റദർഫോർഡിൻ്റെ ആറ്റം മാതൃകയുടെ പരിമിതികൾ പരിഹരിക്കുന്നതിനായി 1913 ഡാനിഷ് ശാസ്ത്രജ്ഞനായ നീൽസ് ബോർ അവതരിപ്പിച്ച മാതൃകയാണ് ബോർ ആറ്റം മോഡൽ. അതിൽ പറഞ്ഞിരിക്കുന്ന പോയിന്റുകൾ എന്തെല്ലാം നമുക്ക് നോക്കാം. ആറ്റത്തിൻ്റെ ന്യൂക്ലിയസിന് ചുറ്റും ഇലക്ട്രോൺ പ്രദക്ഷിണം ചെയ്യുന്നത് നിശ്ചിത ഓർബിറ്റുകളിലാണ്. അതായത് ന്യൂക്ലിയസിന് ചുറ്റും ഇലക്ട്രോൺ പ്രദക്ഷിണം ചെയ്യുന്ന ആ പാതയ്ക്ക് നമ്മൾ പറയുന്നതാണ്
ഓർബിറ്റ് എന്ന പേര്. ഓരോ ഓർബിറ്റലിനെയും ഇലക്ട്രോണിന് ഒരു നിശ്ചിത ഊർജമുണ്ട്. അതിനാൽ ഓർബിറ്റുകളെ ഊർജ നിലകൾ എന്നാണ് വിളിക്കുന്നത്. ഒരു നിശ്ചിത ഓർബിറ്റിൽ പ്രദക്ഷിണം ചെയ്യുന്നിടത്തോളം ഇലക്ട്രോണിന്റെ ഊർജം കൂടുകയോ കുറയുകയോ ചെയ്യുന്നില്ല. അതിനാൽ ഓർബിറ്റുകൾ സ്ഥിരോർജ നിലകളാണ് പറയുന്നത്. അതായത് ഒരു ഓർബിറ്റിലെ ഇലക്ട്രോൺ എടുത്താൽ നമുക്ക് അവയ്ക്ക് ഊർജം കൂടുകയോ കുറയുകയോ ഇല്ല. ഒരു സ്ഥിരമായ ഊർജമാണ് ഓരോ ഓർബിറ്റുകളിൽ ഉണ്ടാവുക. ന്യൂക്ലിയസിൽ നിന്നുള്ള അകലം കൂടുന്തോറും ഓർബിറ്റുകളുടെ ഊർജം കൂടുന്നു. അതായത് ന്യൂക്ലിയസിന്റെ അടുത്തുള്ള ഓർബിറ്റിനേക്കാൾ ദൂരം കൂടുന്നതനുസരിച്ച് എന്താവും, ഓർബിറ്റുകളുടെ ഊർജം കൂടുകയാണ് ചെയ്യുന്നത്. ഊർജം കൂടിയ ഓർബിറ്റിൽ നിന്നും ഊർജം കുറഞ്ഞ ഓർബിറ്റിലേക്ക് ഇലക്ട്രോൺ മാറുമ്പോൾ ഊർജം പുറത്തേക്ക് വിടും. ഊർജം കുറഞ്ഞ ഓർബിറ്റുകളിൽ നിന്ന് ഊർജം കൂടിയ ഓർബിറ്റുകളിലേക്ക് ഇലക്ട്രോൺസ് മാറുമ്പോൾ ഊർജം ആഗിരണം ചെയ്യുകയും ചെയ്യും. അതായത് ഓരോ ഓർബിറ്റുകൾക്ക് 1, 2, 3, 4, 5 എന്നിങ്ങനെ സംഖ്യകൾ നൽകി സൂചിപ്പിക്കാവുന്നതാണ്. അതായത് ഓർബിറ്റ് 1, ഓർബിറ്റ് 2, ഓർബിറ്റ് 3, 4, 5 അങ്ങനെ നമ്പർ കൊടുത്ത് നമുക്ക് സൂചിപ്പിക്കാവുന്നതാണ്. ഈ ആറ്റം മോഡലിലുള്ള പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾ കൃത്യമായിട്ട് പഠിച്ചിരിക്കണം. അത് പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയാണ്. നീൽസ് ബോറിൻ്റെ ആറ്റം മോഡൽ. ഇത്രയുമാണ് നമുക്ക് ആറ്റം മാതൃകളെ കുറിച്ചുള്ള ക്ലാസ് ഉള്ളത്. നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് മാസ് നമ്പർ, അറ്റോമിക് നമ്പർ, നമ്പർ ഓഫ് പ്രോട്ടോൺ, ഇലക്ട്രോൺ അതെല്ലാം നമുക്ക് ഡിസ്കസ് ചെയ്യാം. നിങ്ങൾ വീഡിയോ കണ്ടിട്ട് ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും വേണം. അതോടൊപ്പം സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ കാണുന്നവരെല്ലാം സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് വീഡിയോ കാണാം. അടുത്ത വീഡിയോയിൽ നമുക്ക് അടുത്ത ഭാഗം ഡിസ്കസ് ചെയ്യാം.